അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അടുത്തടുത്ത് പല പല രോഗങ്ങളുണ്ടായിട്ടുള്ളവരെ, ആശുപത്രി അഡ്മിറ്റ് ചെയ്തവർ, തിരിച്ചു വന്നിട്ടുള്ളത് എന്തിനും പഴയതുപോലെ ആരോഗ്യം വരാത്തവരെ, പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരെ, ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരടി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ച ഞങ്ങളുടെ തിരുസന്നിധിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ കണ്ണുകൾക്കെന്ന പോലെ, ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കെന്ന നോക്കുന്ന പോലെ ആദ്യമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയ നീ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ, നീ എന്തിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശ്രമിക്കുന്നുവോ അത് നേടിയെടുക്കുന്നതിന് നിനക്ക് കഴിവുകളോ നിനക്ക് അതിനുള്ള ത്രാണികളോ ഇല്ലെങ്കിൽ
കർത്താവ് തന്നെ നിന്റെ കൂടെ വരികയും ശക്തിപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുക. കർത്താവ് ജോഷുവോട് പറഞ്ഞ പോലെ ശക്തനും ധീരനുമായിരിക്കുന്ന ആലോചിച്ചതുപോലെ കർത്താവെ അങ്ങയുടെ മക്കളോട് നിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. കർത്താവ് നിന്നെ ആശീർവദിക്കുന്നു. നീ അനുഭവം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് അരുളി ചെയ്തപോലെ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രതിസന്ധി നാളെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകത്തില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സന്നിധിയിൽ കരുത്ത് പ്രാപിക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നീക്കുവാമേ. നമ്മൾ ഇന്നലെ കണ്ടത് എൻ്റെ വേറൊരു ഭാഗമാണ് ഇന്ന് കാണുന്നത്. ദൈവസംരക്ഷണം തന്നെയാണ് വിഷയം. ദൈവസംരക്ഷണം എന്ന് പറയുമ്പോൾ ദൈവത്തെ അംഗീകരിച്ചു എല്ലാ തലങ്ങളിലും, നമ്മുടെ എല്ലാ വിജയങ്ങളിലും പരാജയങ്ങളിലും നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം. അല്ലാതെ വിജയം വരുമ്പോൾ മാത്രം, സന്തോഷം വരുമ്പോൾ മാത്രമല്ല, അല്ലാത്ത മേഖലകളിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് നെഗറ്റീവ് ലൈഫിൽ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കൂടുതൽ സ്വസ്ഥം പറയേണ്ടത് തോന്നണം. കർത്താവ് നമുക്ക് അവശേഷിപ്പിച്ച് പോയ ഒരു സംഭവമാണ്. അതായത് യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് അന്ത്യത്താഴ മേശയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി അടുത്ത ഘട്ടം ഒരു മണിക്കൂറിനുള്ളിൽ അവൻ ഒലിവ് തോട്ടത്തിൽ എത്തണ മുമ്പ് കുറേ കാര്യങ്ങൾ സംഭവിക്കും. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണത് പത്രോസും, എനിക്ക് പത്രോസ് തള്ളിപ്പറഞ്ഞതിനേക്കാൾ എനിക്ക് എപ്പോഴും സങ്കടവും ദേഷ്യവും വരണത് മർക്കോസ് ഓടിക്കളഞ്ഞതാണ്. എനിക്ക് പത്രോസിനോട് എനിക്ക് ഒരിക്കലും പെട്ടെന്ന് കൂടാൻ പറ്റും, മനസ്സുകൊണ്ട് എനിക്ക് മർക്കോസിനോട് കൂടാൻ പറ്റത്തില്ല. അങ്ങനെ സുവിശേഷം എഴുതാൻ പാടില്ലായിരുന്നെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അദ്ദേഹത്തിൻ്റെ അനുതാപത്തെക്കുറിച്ച് ഒരിക്കലും ബൈബിളിലില്ല. അദ്ദേഹം കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടിക്കളഞ്ഞൊരു മനുഷ്യനാണ്. കർത്താവിൻ്റെ ഗെത്സെമനിൽ നിന്ന് ഓടിക്കളഞ്ഞൊരു മനുഷ്യനാണ്. അങ്ങേരും സുവിശേഷം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെയും കർത്താവിൻ്റെ ഒരു ഉന്നതമായ മാനസികാവസ്ഥയാണ്. ഇങ്ങനെയുള്ളവരെയും കർത്താവ് ചേർത്ത് നിർത്തുന്ന ഒരു കാലത്ത് തന്നെ ഇട്ടച്ച് ഓടിക്കളഞ്ഞ ആളെ തന്നെയാണ് സുവിശേഷം എഴുതാൻ വേണ്ടി കർത്താവ് ചേർത്ത് നിർത്തുന്നത്. അത് കർത്താവിൻ്റെ ഒരു വല്ലാത്ത ഒരു ദൈവികമായ ഒരു മനസ്സാണ്. നിങ്ങൾ ദൈവത്തെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വളരാനാണ് എപ്പോഴും ദൈവത്തെ വളരേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത്. ക്രിസ്തു വളരാൻ അപ്പം അവരെയും കൂടി ഉൾക്കൊണ്ടാണ് പോണത്. പക്ഷേ ഈ സമയത്ത് ഈശോ ഞെട്ടിപ്പിക്കുന്ന സംഭവം ചെയ്യും. ഈ ഇട്ടച്ചും ഓടിക്കളയണ ശിഷ്യനും ഒറ്റുകൊടുക്കാൻ പോകുന്ന ശിഷ്യനും ഇടക്ക് നിന്നുകൊണ്ട് ഈശോ ഒരു കാര്യം ചെയ്യും. എന്താണ്? അവൻ എഴുന്നേറ്റ് നിന്നൊരു വല്ലാത്തൊരു സ്വസ്ത്രഗീതം പാടും. എനിക്ക് എപ്പോഴും ആവേശം കൊള്ളിക്കുന്ന സംഭവമാണത്. അത് വായിച്ചത് മത്തായി 26:30. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. അപ്പം നിങ്ങൾ പറയും അത് ബൈബിൾ പണ്ഡിതന്മാർ പറയും അത് കൾട്ടിക്കാണ്, അതിൻ്റെ ടൈം ടേബിൾ അതിൻ്റെ ഘടനാപ്രകാരമുള്ളതാണ്. പെസഹ കഴിയുമ്പോൾ സ്വസ്ത്രഗീതം വന്ന്. പക്ഷേ നല്ല ടെൻഷൻ പിടിക്കണ ആ സമയത്ത് ആ സ്വസ്ത്രഗീതം പാടിയില്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോയെന്ന് വരും. അപ്പോൾ എത്ര ടെൻഷനാണെങ്കിലും ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളൊക്കെ എരുതിയിൽ നിന്ന് മറച്ചട്ടിലോട്ട് പോണതാണെങ്കിലും കർത്താവ് സ്വസ്ത്രഗീതം പാടും. ഒരിക്കലും നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു ജന്മം മുട്ടേ നിന്നാലും ക്രിസ്തുവിനെ പഠിക്കണമെങ്കിൽ പരമപിതാവിൻ്റെ പ്രത്യേക പാസ്വേഡ് വേണ്ടി വരും. അത്രയും എളിമപ്പെടണം നമ്മൾ. കാര്യം എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് അവൻ അപ്പോഴും ഈ ആവൽഘട്ടത്തിലും സ്വസ്ത്രഗീതം പാടുന്നത്. സ്വസ്ത്രഗീതം പാടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഒരു അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു
അടിസ്ഥാന തത്വമാണ്. അപ്പോഴേ നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു സങ്കടകരമായ ഒരവസ്ഥ, ഒരാൾ നമ്മളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷം പറയണത് അത് സ്വസ്ഥഗീതത്തിനുള്ള സമയമാണെന്നാണ്. മനസ്സിലായ? അല്ല ആരെയും തെറി വിളിക്കാനുള്ള, അല്ലാതെ ഞങ്ങളെ വിളിച്ചും പൂക്കും അറിയാൻ വെച്ചിട്ടുണ്ട്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. അതുകൊണ്ട് ഈ സംസർഗം എപ്പോഴും നമ്മുടെ പ്രശ്നമാണ്. ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടി സഞ്ചരിച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പ്രസരണ നഷ്ടം ഉണ്ടാകും. ഇനി പ്രസരണ നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പം ചിലരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഒത്തിരി പല പ്രവർത്തനങ്ങളിലൊക്കെ പോയിരിക്കണം, കാരണം പലതരത്തിലുള്ള ആൾക്കാരൊക്കെ വരും. ഞാൻ മിക്കവാറും മിണ്ടത്തില്ല. എന്താ കാര്യം? അവർ പറയുന്നത് സുവിശേഷ വിഹിതമല്ലെന്നും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൻ്റെ ധാരയിലല്ലെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളെ മൂളിക്കേട്ടുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, മിണ്ടത്തില്ല, അല്ലെ മാറി നിൽക്കാൻ അങ്ങോട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ ചൈതന്യം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ ആധ്യാത്മികത എന്ന് പറയണത് നമ്മളെ ശ്രദ്ധിച്ചാലേ നിലനിൽക്കത്തുള്ളൂ. അതാണ് ഈശോ ഈ വേലി കെട്ടണം എന്നൊക്കെ പറയത്തില്ലേ. മുന്തിരിത്തോട്ടം നമ്മൾ നട്ടു വളർത്തി ചക്ക് സ്ഥാപിച്ചു, പക്ഷേ വേലി കെട്ടി. ഒരു വേലി കെട്ടുന്നത് ആരുടെങ്കിലൊക്കെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വേലി കെട്ടണത്. അപ്പം നമുക്ക് നമ്മളുടെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നു കാണുന്ന സ്ഥലത്ത് വെച്ചൊരു വേലി വേണ്ടതാണ്. നമുക്ക് ദൈവത്തെയും കാണാവുന്ന ഒരു വേലി അപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദൈവം നമ്മളെ ആത്മാർത്ഥതയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സ്വസ്ത്രഗീതം സഹനത്തിൻ്റെ സങ്കടത്തിൻ്റെ സമയത്ത് സ്വസ്ത്രഗീതം ആലപിക്കാൻ നീ പഠിച്ചാൽ നീ ക്രിസ്ത്യാനിയായി. എൻ്റെ പേര് ബിന്ദു, ഇത് ജോഹാൻ എൻ്റെ മകനാണ്. ഞങ്ങൾ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ യു കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ചിലാണ്. 2010 ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പോയിരുന്നത് അവിടെ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 2009 പോയതെങ്കിലും പക്ഷേ അവിടെ നിയമം ആ സമയത്ത് വർക്ക് വിസ നിർത്തലാക്കുകയും അത് മുഖാന്തരം എനിക്ക് 2013 തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു. 2013 എൻ്റെ ആഫ്റ്റർ മാരേജ് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പല പ്രൊവിൻസിലേക്ക് മാറി ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പേയ്മെൻറ്റും അടച്ചിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6 lakhs-ഓളം പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുടക്കി. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് കിട്ടും, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്കത് പ്രതീക്ഷയില്ലാതെ പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരാശയിലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അവരെനിക്ക് ഒരു നമ്മളുടെ കൃപാസനം പത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ അതിലെല്ലാ സാക്ഷ്യങ്ങളും വായിക്കും. അങ്ങനെ ഞാൻ 2022 ഞാനപ്പോൾ 2021 നമ്മളുടെ കെയർ വിസ യു കെയിലെ കെയർ വിസ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാനത് പല ഏജൻസി ത്രൂ ഞാനിങ്ങനെ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നോക്കി. അങ്ങനെ പല ഏജൻസീനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം 10-15 ലക്ഷം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ അങ്ങനെ 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ദൈവാദിനത്തിൽ എനിക്ക് ആ 2 ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്, ബിന്ദു ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കത് ഏത് വാട്സപ്പ് നമ്പറാണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് പെട്ടെന്ന് നീങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ആരാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആ ഏജൻസി എന്നെ വിളിച്ചു 2
2-3 പ്രാവശ്യം അവർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആര് ത്രൂ ആണ് ബിന്ദു ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആരുടെയും പേര് പറയാൻ അറിയില്ല. ഞാൻ പറയുകയാണ് എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിരിക്കുമെന്ന് ഞാനിങ്ങനെ പറയുകയാണ്. എനിവേ ആ പ്രോസസ്സ് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. എൻ്റെ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് വേഗം തന്നെ നടന്നു. എനിക്ക് ജൂൺ മാസമായപ്പോഴേക്കും എനിക്ക് UK പോകാനായിട്ട് വിസ ലഭിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇൻറ്റൻഷൻ ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് UK പോകണം എന്നുള്ളതും രണ്ടാമത് എനിക്ക് നേഴ്സായി അവിടെ ജോലി ചെയ്യണം എന്നുള്ള 2 ഇൻറ്റൻഷനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ UK ഞാൻ 2022 ജൂൺ 30 ഞാൻ ഇവിടുന്ന് UK ചെന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ്. ആക്ച്വലി അന്ന് UK ഒരു റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളുടെ നേഴ്സിംഗ് ഇതുണ്ടെങ്കിൽ UK നേഴ്സായിട്ട് നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് നേഴ്സ് ആവാനുള്ള ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു. പക്ഷേ ഞാൻ ചെന്ന സ്ഥലം എൻ്റെ മാറി റെസിഡൻഷ്യലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെയ്താൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല, എൻ്റെ പിൻ നമ്പർ കിട്ടത്തില്ല. ഞാൻ അപ്പോൾ പല പ്രാവശ്യം എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയാണ്, എന്നെ ഇവരുടെ തന്നെ കെയർ ഹോംസ് ഉണ്ട്, നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുറേ കെയർ ഹോംസ് ഉണ്ട്, അവർക്ക് 3 കെയർ ഹോംസ് ഉണ്ട്, അത് നേഴ്സിംഗ് ഹോംസ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, എന്നെ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഒന്ന് മാറ്റിത്തരുമോ, എനിക്ക് ഈ നേഴ്സ് ആവാനും പിൻ നമ്പർ ലഭിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്. 3-4 തവണ ഞാനിങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ എല്ലാം ഫലം അവർ ഡിക്ലൈൻ ചെയ്യുകയാണ്. അതൊരു ഇംഗ്ലീഷ് കെയർ ഹോമാണ്, അവർ ഡിക്ലൈൻ ചെയ്തു. അതിനുശേഷം ഞാനങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 1 വർഷം തികഞ്ഞു. 1 വർഷം തികഞ്ഞ സമയത്ത് ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി കാശുരൂപവും ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടി എൻ്റെ തീർന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ കാശുരൂപം എപ്പോഴും മാതാവിനെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്കാണെങ്കിലും എവിടെയും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി ഇതിനു വേണ്ടി, ഈ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ്. അതിനകത്ത് അത്യാവശ്യം 10-25 റെസിഡൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മാനേജർ പറയുകയാണ്, നമ്മളുടെ ഫയറിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കെയർ ഹോം പൂട്ടുകയാണ്, പകരം നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള നെക്സ്റ്റ് നേഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പല തവണ ചോദിച്ചിട്ടും എനിക്ക് ഡിക്ലൈൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എനിക്കതിലൂടെ സാധ്യമായി കിട്ടിയത്. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ അവിടെ ഓപ്പറേഷണൽ ഡയറക്ടറായിട്ട് വന്നിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അവരോട് ഞാൻ എൻ്റെ ഓസ്കി ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അപ്പോൾ അന്ന് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പുള്ളി അന്ന് എനിക്ക് ഓക്കെ പറയുകയും ബിന്ദു പ്രൊസീഡ് ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ NMC പ്രോസസ്സ് ചെയ്തു. അങ്ങനെ എൻ്റെ അതെല്ലാം സ്മൂത്തായി നടന്നു. അങ്ങനെ ഞാൻ 2024 മാർച്ചിൽ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ ഉപ്പോ എണ്ണയോ അങ്ങനെ ഒന്നും എൻ്റെ കയ്യിലില്ല, ആകെ കാശുരൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ആഗ്രഹിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് കിട്ടിയാലും നന്നായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉപ്പ് കിട്ടുകയും ഞാൻ ആ ഉപ്പ് മേടിച്ച് നമ്മളുടെ എക്സാം ഹാളിൻ്റെ പുറത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇടുകയും ബാക്കി ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ എക്സാം പാസ്സായി. ഞാൻ അങ്ങനെ എക്സാം പാസ്സായി. എൻ്റെ ആ പ്രോസസ്സ് അങ്ങനെ സ്മൂത്തായി നടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ഒരു രീതിയിലും എനിക്ക് NMCന്ന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര പിൻ നമ്പർ കിട്ടുന്നേയില്ല. ശരിക്കും 3 മാസം കൊണ്ട് കിട്ടേണ്ടതാണ് പിൻ നമ്പർ, പക്ഷേ എനിക്ക് കിട്ടുന്നേയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ 2024 ഞാൻ ഇവിടെ വരുമ്പോൾ പിൻ നമ്പർ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാവുന്ന രീതിയിലാണ് വന്നത്. പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല ആ സമയത്ത്. ഞാൻ അങ്ങനെ
ഇവിടെ വന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഈ സെയിം മാസത്തിൽ വന്നു 24-ാം തീയതി ഞാൻ ഓൺലൈൻ ഇവിടെ ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ പേപ്പർ കാണാത്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഒന്നും കൂടി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഉടമ്പടി എടുത്തു. ഞാൻ പിന്നെയും UK പോയി. പിന്നെയും പ്രോസസ്സ് അങ്ങനെ തന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല. ഇങ്ങനെ എപ്പോഴും ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ അവിടെ പാരിഷ് ഒരു സെൻറ്റ് മേരീസ് ചർച്ചാണ്. അവിടെ ഒരു മാതാവിൻ്റെ ഒരു പാരിഷുണ്ട്, ബിഹോൾഡ് ദ മദർ. ഞാൻ ഏത് സമയവും അവിടെ പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് നേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ 2-3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്തായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ കാശ് രൂപം കൊന്തയും കൊണ്ടുവരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാശ് രൂപം കാണുന്നില്ല. അതപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് എനിക്ക് മിസ്സായെന്ന്. അതൊരു 65 റൂമുള്ള ഒരു വലിയൊരു കെയർ ഹോമാണ്. ഞാൻ അവിടെ ഈ കാശ് രൂപം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് എൻ്റെ കാശ് രൂപം. പക്ഷെ കാശ് രൂപം പോയതോടുകൂടി എൻ്റെ പകുതി ജീവനാണ് പോയത്. കാരണം എനിക്കത് അത്രയും വലിയ പ്രഷ്യസ് ആയൊരു കാര്യമായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെന്നു. അവിടെ എല്ലാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. 2-3 ദിവസം ഞാൻ ഒരു ദിവസം ഓഫ് എടുത്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എനിക്ക് പിൻ നമ്പർ തന്നില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കാശ് രൂപം എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, മാതാവ് നിൻ്റെ കാശ് രൂപം കിട്ടും, അതോടുകൂടി നിൻ്റെ പിൻ നമ്പറും കിട്ടുമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലമൊക്കെ ഞാൻ 10 പ്രാവശ്യത്തോളം നോക്കിയിട്ടുണ്ട്. എനിക്ക് മാതാവിൻ്റെ കാശ് രൂപം അവിടെ കിടന്ന് കിട്ടുകയാണ്. ഞാനത് വേഗം പോയി എടുത്തു. എനിക്ക് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പിൻ നമ്പർ വരാറായെന്ന്. എൻ്റെ ഉടമ്പടി തീരുന്നതിൻ്റെ 90-ാമത്തെ ദിവസം എനിക്ക് മെയിൽ വരികയും എൻ്റെ പിൻ നമ്പർ എനിക്കത് ദൈവം പരിശുദ്ധ അമ്മ എനിക്കത് സാധ്യമാക്കി തരികയും ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ വർഷം 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ സെപ്റ്റംബർ ആകുമ്പോൾ 7th സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അപ്പോൾ ഇവർക്കൊരു ഒരു 6th സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം ഉണ്ട്, സാറ്റ് എക്സാംസ്. അപ്പോൾ ഇവൻ്റെ നമ്മളുടെ ഇവിടുത്തെ SLC പോലെ ഒരു മോഡൽ എക്സാം ഇവർക്ക് നടത്തും. ആ മോഡൽ എക്സാമിൽ ഇവൻ ലിസണിങ്ങിലും റീഡിങ്ങിലും മാത്സിലും റിസൾട്ട് വന്നപ്പോൾ നീഡ് ടു ഇമ്പ്രൂവ് വന്നിരിക്കുന്നത്. അത് പാസ്സായിട്ടില്ല. 50 മാർക്കിൽ 48, 47 അങ്ങനെ. അപ്പോൾ എനിക്കത് ശരിക്കും നിരാശയായിരുന്നു. കാരണം ഇവൻ ഇവിടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവിടെ വന്നപ്പോൾ അവനത് അത്രത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമമായിരുന്നു. അപ്പോൾ ഇവൻ്റെ അനിയനും എന്നും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എന്നും പരീക്ഷ പാസ്സാക്കി തരണേ പരിശുദ്ധ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൻ്റെ എക്സാം ദിവസം ഇവൻ ഉപ്പും എണ്ണ തേക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ കാശ് രൂപം ഇവൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാത്തിനും മാക്സിമം മാർക്ക് 80 to 120 ആണ്. എല്ലാത്തിനും എബോവ് 100 മാർക്ക് വാങ്ങി അവൻ എല്ലാത്തിനും ഉന്നത വിജയം ലഭിച്ചു. പിന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം വെച്ചാൽ കഴിഞ്ഞ ഒരു 3 months ബിഫോർ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അലിഗേഷൻ വരികയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ അത് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്തെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കും എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ അറിയാത്തൊരു കുറ്റമാണ്, ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മേനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാനവിടെ മാതാവിൻ്റെ ചർച്ചിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മല പോലെ വന്ന കാര്യം മഞ്ഞ് പോലെ ഉരുകിപ്പോയി. എൻ്റെ ആ കാര്യത്തിൽ നിന്നും എനിക്കത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇവൻ ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു അനഫ്ലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത്
അനഫ്ലാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തടിച്ചു വീർത്ത് ഞാൻ എഡിമ പോലെ ഭയങ്കര വീർത്ത് പോകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമ്മളത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഫസ്റ്റത്തെ അനഫ്ലാറ്റിക് റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് 1-2 പ്രാവശ്യം പിന്നെയും ഈ കണ്ടീഷൻ വരികയുണ്ടായി. അപ്പോൾ UK പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു റിയാക്ഷനുള്ള ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ 3 വർഷത്തിലേറെയായി ഇന്നേ വരെ ആ അസുഖം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അനഫ്ലാറ്റിക് റിയാക്ഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 2 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു തുക ഞാൻ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനോ, മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എല്ലാം എൽഡർലി പീപ്പിളാണ്. അപ്പോൾ എനിക്ക് അവരെല്ലാവരെയും സഹായിക്കാനും അവരൊരു ശരിക്കും എൻ്റെ ഒരു ഗ്രാൻഡ്പ പോലെ എനിക്ക് അവരെ സഹായിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും ഒന്നും ഹോളി മാസ് ഇല്ല. മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേസൊക്കെ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ഞങ്ങൾക്ക് അവിടെ ഉള്ള ഹോളി മാസ് അവൈലബിൾ ഉള്ള എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോവാറുണ്ട്. പിന്നെ പണ്ട് എനിക്ക് സൺഡേസിൽ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ ഞാനത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സൺഡേസിലെ ഡ്യൂട്ടീസ് പരമാവധി കട്ട് ചെയ്ത് ഞാൻ വേറെ ദിവസങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ സൺഡേസിലും എനിക്ക് ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. നേർച്ച വസ്തുക്കളെ മകൻ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ മീൻസ് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മകൻ്റെ എക്സാമിന് പോയപ്പോഴും മകന് കാശ് രൂപവും പിന്നെ ഉപ്പും കൊടുത്തിട്ടാണ് എണ്ണയും ഇതാക്കിയിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ലാസ്റ്റത്തെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഉപ്പുമായിട്ടാണ് പോയത്. ഉപ്പ് ഞാൻ ആ ഹിയറിങ്ങിന് വിളിച്ച മാഡത്തിൻ്റെ കസേരയുടെ അടിയിൽ ആരും കാണാതെ ഇട്ടുകയും അത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം എല്ലാം സ്മൂത്തായി നടന്നു കിട്ടുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇവരെന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കഴിച്ചിട്ടാണ് ഇവരെന്നും സ്കൂളിൽ പോകുന്നത്. അതുപോലെ ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊന്തയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും കയ്യിൽ പിടിച്ചിട്ടാണ്. അതെൻ്റെ ഒരു ശക്തിയാണ്. കാരണം എനിക്ക് എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വലിയൊരു കവചമായിട്ടാണ് എനിക്കത് കാണുന്നത്. അതില്ലാതെ ഞാൻ ഒരിക്കൽ പോലും വീടിൻ്റെ പുറത്തേക്കോ ഡ്യൂട്ടിക്കോ ഞാൻ പോവാറില്ല. ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലും ഇനിയും ഇടപെടണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ, കൂട്ടായിരിക്കണമേ എന്നുള്ള എൻ്റെ സുഹൃത ജപം ഞാൻ എപ്പോഴും ചെല്ലുന്നത് പരിശുദ്ധ അമ്മേനോടാണ്. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. യാക്കോബ് 1:12 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അനുവദിക്കും. ബിന്ദു പോൾ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും ജീവിതം കടന്നു പോകുന്ന വഴികളിലുള്ള പ്രതിസന്ധികൾക്ക് അമ്മ മാതാവിൻ്റെ കരുതലും കരുത്തേറിയ സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നതാണ്. നാം ചിലപ്പോഴൊക്കെ ഓർക്കും, ഉടമ്പടിയെടുത്ത് ഇത്ര നാളായി ഇത്ര പുതുക്കിയിട്ടും പ്രത്യേകിച്ചൊരു മാറ്റവും എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്ന്. വലിയ വിഷയങ്ങളാണെങ്കിൽ അമ്മ മാതാവ് നമുക്കത് ഏറ്റവും മികച്ച രീതിയിൽ അനുഗ്രഹമായി ഒരുക്കി തരുവാൻ ചിലപ്പോൾ അല്പകാലം സമയമെടുത്തേക്കാം. ടൈം ലാഗിങ്ങും ഉടമ്പടിയുടെ ഒരു സംസ്കാരമാണ്. ഉടമ്പടി പദ്ധതിയിൽപ്പെട്ടതാണ് അല്പകാലം സമയം ദൈർഘ്യത്തിൽ പോവുകയെന്നത്. അത് ശുഭകരമാക്കുവാൻ വേണ്ടി, വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുന്നതിന് വേണ്ടി, ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നൊരു കാലമായി നാം കണ്ടെത്തുമ്പോൾ നമുക്ക് കൂടുതൽ വേഗത്തിൽ കൂടുതൽ സന്തോഷത്തിൽ അമ്മ ഇടപെടുന്ന അവസരങ്ങൾ അറിയുവാനും അമ്മ നൽകുന്ന സമാധാനത്തിൽ ജീവിക്കുവാനും ഈശോ ശക്തിയോടുകൂടി തൻ്റെ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹമാകും വരെയും അമ്മ കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൈമാറിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് ഈ മകൾ പറയുന്നുണ്ട്, ആദ്യകാലത്ത് എനിക്കൊരു ഒരു ഒരു തരത്തിലും കാര്യങ്ങൾ നടക്കുന്നില്ലായിരുന്നു. UK പോകുവാൻ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ ആരാണ് എൻ്റെ അപേക്ഷ ഈ ഏജൻസിക്ക് അയച്ചു കൊടുത്തതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അവർ റെക്കമെൻഡ് ചെയ്തത് ആരെന്ന് ചോദിച്ചിട്ട് പേര് പറയുവാൻ പോലും എനിക്കില്ലായിരുന്നു. കാരണം അമ്മ ചില ഫയലുകൾ എടുത്താൽ അതിന് മറ്റൊരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. മാറ്റിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം പൂർത്തീകരിക്കും വരെയും ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെ അമ്മ അംഗീകരിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നു, അമ്മ തൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഭവങ്ങൾക്കും, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾക്ക്, ക്ലേശനാളുകളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നൽകിയ കരുത്തിന്, സകല നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവയെ തരണം ചെയ്യുവാൻ കൊടുത്ത ആത്മധൈര്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ഈശോയ്ക്കും കൃപാസന അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മ മാതാവിനോടും ഈശോയിനോടും ഇത്രയധികം കാലം ഞാൻ സാക്ഷ്യം പറയാത്തതിനെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഷീബ. ഞാൻ കൊരട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് സിവിയറായിട്ടുള്ള അലർജി ആയിരുന്നു. ഭയങ്കര സിവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. എണ്ണയ അലർജി, സോപ്പ് അലർജി, തേങ്ങ അലർജി, അങ്ങനെ വേണ്ട എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അതിൽ മുഴുവൻ സാധനങ്ങളും അലർജിയാണ്. എൻ്റെ മേല് മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് നിറയെ വട്ടത്തിലുള്ള റെഡ് റാഷസ് ആയിരുന്നു ഫുള്ളും. എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി, ഒരു രക്ഷയുണ്ടായില്ല. അതോടൊപ്പം തന്നെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ്ങുമായിരുന്നു. എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. രാജഗിരി അങ്ങനെയുള്ള സകല എവിടെയൊക്കെ പോകാൻ പറ്റും, അലോപ്പതി, ആയുർവേദിക് എല്ലാ സ്ഥലത്തും പോയി, എവിടെയും പോയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല. അതിനുശേഷം ഞാനിവിടെ വന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, നിനക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരു കെട്ട് പേപ്പറുമായിട്ടാണ്, ഡോക്ടേഴ്സിൻ്റെ ചീട്ടുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, അമ്മ മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാൻ ആ ഒരു ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ രണ്ടാമത് വന്ന് പുതുക്കി. അപ്പോൾ ആ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ആത്മീയ ഗുണങ്ങൾ, അതായത് ഈശോയിലേക്കുള്ള വളർച്ച, എങ്ങനെയാണ് ഈശോയോട് അടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ രണ്ടാമത് വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി. അത് നല്ല കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പാലിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിവിടെ വന്ന് ആൾക്കാരെ ഇവിടെ നിന്നിട്ട് അച്ഛൻ്റെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കാഴ്ചവസ്തു ഉയർത്തുന്ന സമയത്ത് അച്ഛന് ആ സമയത്ത് എനിക്ക് വയറിൽ ഭയങ്കര സിവിയറായിട്ടുള്ളൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ മാതാവ് തൊടുന്നുണ്ട്, എന്തായാലും എന്നെ മാതാവ് വെറുതെ വിടില്ല, ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയ സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പിന്നെ ഉടമ്പടി പാലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. എല്ലാ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ്, തൈലം, ഇതൊക്കെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുമായിരുന്നു. രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും എല്ലാ ഉടമ്പടി വസ്തുക്കളും, ഉപ്പ്, തൈലം, തേന്, ഇതെല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മഴവില്ല് സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പേപ്പർ കൊടുക്കാൻ നേരത്തെ എനിക്ക് 3 പ്രാവശ്യം സുഗന്ധാഭിഷേകം എനിക്കങ്ങനെ കിട്ടി. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഒരു ദിവസം യൂട്യൂബിലെ ഉടമ്പടി ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, ഒരു 40 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് ഇതുവരെ ഒരു അലർജിയോ ഒരു മേത്തൊരു തടിപ്പോ ഒരു സിവിയർ, എനിക്കൊരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ലായിരുന്നു. അത്രയധികം മാനസികമായി ഞാൻ വിഷമിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. ഒരു ഡ്രസ്സ് ഇട്ടാൽ ഒന്നാമത്തെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. അലർജി കാരണം മേല് മുഴുവൻ തടിച്ച് പൊന്തി റെഡ് റാഷസ് ആയിരുന്നു. പിന്നെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. ഇത് രണ്ടും സഹിക്കാൻ വയ്യാതെ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ മാതാവേ, നീ ഇടപെടണേ, ഞാൻ ഇനി കൃത്യമായിട്ട് എല്ലാ ഉടമ്പടിയും പാലിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിന് ആ യൂട്യൂബിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്കെല്ലാം അന്ന് ഇങ്ങനെ പറഞ്ഞു, 40 വയസ്സിന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് 40 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈശോ സുഖപ്പെടുത്തുന്നെന്ന്. അങ്ങനെ ആ ദിവസം മുതൽ ഇന്ന് വരെ എനിക്കൊരു അലർജി എന്ന് പറയുന്ന സംഭവമോ യാതൊരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. അതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പിന്നെ
അതിനുശേഷം എനിക്ക് ആത്മീയമായി കുറേ വളരാൻ സാധിച്ചിട്ടുണ്ട്. കുർബാനയുടെ മഹാത്മ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കതെല്ലാം മനസ്സിലായത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അങ്ങനെ ഈശോയോട് കൂടുതൽ അടുക്കാനും വചനങ്ങൾ പറയുവാനും. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ബാക്കി എല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ജോഷുവ 1:9 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ഈ വചനങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈശോയോട് കൂടുതൽ അടുക്കാനും ബൈബിൾ വായിക്കാനും പള്ളി പോകാനും എല്ലാ ദിവസവും എല്ലാ വെഞ്ചരിച്ച വസ്തുക്കളും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു അതോടുകൂടി. അതുപോലെ തന്നെ എൻ്റെ 10 വർഷമായ ഞങ്ങളുടെ ഒരു വിൽക്കാതെ കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് ഞങ്ങൾ വിൽക്കാൻ വേണ്ടി കുറേ ആളുകൾ 10 വർഷമായിട്ടും ആളുകൾ വന്നിട്ട് അതൊന്നും സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഞാൻ ചേട്ടായിനോട് പറഞ്ഞു, നോക്കിക്കോ ഞാനിപ്പോൾ ഉടമ്പടിയില്ല ചേട്ടായി, നമുക്ക് എന്തായാലും മാതാവ് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. ഞാനും ചേട്ടായും കൂടി ഉപ്പും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, 38 വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ വെളിച്ചത്തിൽ എനിക്കത് സാധിച്ചു തരണമേ, ആ രോഗം വിടുതൽ കൊടുക്കണേ എന്ന് പറയാറുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു 66 ദിവസമായിട്ട് ഞാൻ ഈശോനെ സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ ഇതിൻ്റെ മഹാത്മ്യം പണ്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ നീ ഇതിനെ ഞങ്ങളുടെ ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് തരണം. ഈ 66 ദിവസം ഞാൻ ഈശോനെ സ്വീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ, ഈശോയോട് ഞാൻ കൂടെ ആയിരുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഈശോയെ എനിക്ക് ഈ സ്ഥലം വിറ്റ് തരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും ചേട്ടായും കൂടി പോയി. അന്ന് വന്ന് അതുവരെ വന്ന ബ്രോക്കേഴ്സ് ഒന്നും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അന്ന് വന്ന ബ്രോക്കർമാർ ഞങ്ങളുടെ ആ സ്ഥലം വിൽക്കുക, പിന്നെ അന്ന് തന്നെ ടോക്കൺ അഡ്വാൻസ് തരികയും ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വന്നത്. അങ്ങനെ വന്ന് പിന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിച്ചു. ഇത് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു മെഡിക്കൽ ഷോപ്പാണ് നടത്തുന്നത്. എനിക്കവിടെ മെഡിക്കൽ ഷോപ്പ് എനിക്കൊരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് അപ്പം തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ മെഡിക്കൽ ഷോപ്പ് ഫ്രണ്ടിലേക്ക് മെഡിക്കൽ ഷോപ്പ് ഇടാൻ പറ്റി. അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കട ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ അന്നേരം കൃപാസനൊപ്പം ഉടമ്പടി തൈലം ഞാൻ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടേജിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പിന്നെ അതിനുശേഷം ഉപ്പ് ആ ഷോപ്പിൽ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. 7 ലക്ഷത്തോളം പഴയ മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ വീട്ടാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ പുതിയ കട തന്നു മാതാവ് അനുഗ്രഹിച്ചു. അതിൽ കൂടെ എനിക്ക് ആ ലോണും മാതാവ് വീട്ടിൽ തന്നു. ഇതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു യൂട്രസ് ബ്ലീഡിങ് ആയിരുന്നു. അത് ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഉപ്പും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും അപ്പം ഈ നിയോഗത്തിൽ വെച്ചില്ലായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് അത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു വാജിനലായിട്ട് റിമൂവ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ വലിയ ദൈവാനുഗ്രഹം വേണം, നിങ്ങൾ പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണേ മാതാവേ, ഞാനിത് നിയോഗം വെച്ചിട്ടില്ല, നിയോഗം വെച്ചിരുന്നെങ്കിൽ എനിക്കത് നീ സാധിച്ച് തന്നേനെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിയോഗം വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനിത് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് വാജിനയിൽ കൂടെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യാനും 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരാനും മാതാവ് അനുഗ്രഹിച്ചു. ആ സമയങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ഒക്കെ വയറ്റത്ത് പുരട്ടവും കഴിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ കൃപാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ഞാൻ ഈ കൃപാസനെ കാണുന്നത്. പണ്ടൊക്കെ എനിക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ഭയമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നുമില്ല. കാരണം ഇവിടെ ഞാൻ ഉടമ്പടിയിൽ നിത്യജീവനെക്കുറിച്ച് അച്ഛനിങ്ങനെ പറഞ്ഞു തന്നായിരുന്നു, ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെക്കരുത്, നിങ്ങൾ ഇത് പിന്നെ ദൈവത്തിനുള്ള കാര്യങ്ങളാണ് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും എപ്പോൾ ഞാൻ പുതുക്കുമ്പോഴും ഈശോ പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് വേണ്ടിയിട്ടും നിത്യജീവൻ തരുന്നതിന് വേണ്ടിയിട്ടെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ നിത്യജീവൻ ഈശോ തരുമെന്ന് എനിക്കൊരു യോഗ്യതയില്ല. പക്ഷേ ഈശോയും മാതാവും വിചാരിച്ചാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് 6, 9, 10 കാര്യങ്ങളും മറ്റുള്ളവരെയും സാധിച്ച് കിട്ടിയിട്ടുണ്ട്. അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ 10 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്ന മാതാവ് എനിക്ക് നിത്യതയും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊക്കെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ധ്യാനം അച്ഛൻ്റെ എപ്പോഴും കൂടുമ്പോൾ എനിക്കറിയാം നിത്യജീവനാണ് ഏറ്റവും പ്രധാനം, നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാനസികമായും ശാരീരികമായും ഈശോയോട് അടുക്കുവാനും എപ്പോഴും ഈശോയെക്കുറിച്ച് പറയുവാനും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഗവൺമെൻറ് ആശുപത്രി പോകുമായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് അവിടുത്തെ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയും എനിക്ക് ഇത്ര വലിയ അത്ഭുതം മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ ബ്ലീഡിങ് ഇങ്ങനെ മാറി, എൻ്റെ ആ
അലർജി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ഡോക്ടേഴ്സിനും മാറ്റാൻ പറ്റാത്ത ഒരു അലർജിയായിരുന്നു. അത് ഈശോയും മാതാവും എനിക്ക് മാറ്റി തന്നു. ഞാൻ ഇനി എവിടെയും പോകാനില്ലായിരുന്നു. ഏറ്റവും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു എനിക്കിവിടെ. അപ്പം അച്ഛൻ പറഞ്ഞതോടുകൂടി ഞാൻ തുള്ളിച്ചാടിയാണ് ഇവിടുന്ന് പോയത്. എങ്കിലും ഞാൻ ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സാധിച്ചു കിട്ടാത്തത്. അതായത് എനിക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ കൃത്യം പാലിച്ചപ്പോഴാണ് എനിക്ക് സാധിച്ചതും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈശോയും മാതാവും കൂടി എനിക്ക് സാധിച്ചു തന്നു. ഇതെല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് ഈ ആശുപത്രികളിൽ പോയി അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുക, അവരോട് ഉപ്പം എല്ലാം കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും. അങ്ങനെ അവരോട് ഞാൻ പറയും, നിങ്ങൾ എന്തായാലും പോയി, എനിക്ക് ഇത്ര വലിയ അത്ഭുതം മാതാവ് തന്നതാണ്, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കണോട്ടോ, ഈശോയും മാതാവ് നിങ്ങളെ കൈവിടില്ല, അവിടെ പോയാന്ന് തീർത്ത് ഞാൻ പറയും. അവരെ വിശ്വസിപ്പിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് വരുള്ളൂ. അങ്ങനെ അവർക്ക് പേപ്പറൊക്കെ കൊടുക്കും, നിങ്ങൾ അലക്ഷ്യമായി ഒന്നും എറിയരുതെന്ന് പറയും. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ വരുന്നവർക്കും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. അനാഥ മന്ദിരത്തിൽ പോയി കാരുണ്യ പ്രവൃത്തികൾ, എനിക്ക് പറ്റുന്ന വിധത്തിലുള്ളൊക്കെ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, മാതാവാണ് എൻ്റെ കടം വീട്ടി തന്നത്, അപ്പോൾ ആ മാതാവിന് തിരിച്ചു കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ കുർബാന, 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, എല്ലാ ദിവസമുള്ള കുർബാന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാനും പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ബാക്കി എല്ലാ ആത്മീയ വളർച്ചകളിലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഇന്ന് വരെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഉടമ്പടി ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയും പേടിക്കേണ്ട. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. എന്ത് നിയോഗം ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് മാതാവ് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈശോയെ നന്ദി, മാതാവ് നന്ദി. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഷീബ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. സഹോദരി ആദ്യം പങ്കുവച്ചത് തൻ്റെ ശക്തമായ ഗൗരവമുള്ള, ഏറെ നാളായി പല ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് സൗഖ്യപ്പെടാതെ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്ന അലർജി രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ്. അത് ഉടമ്പടി ആദ്യം എടുക്കുമ്പോൾ ആ നിയോഗം വളരെ പ്രത്യേകമായി സഹോദരി വെച്ചിരുന്നു. ഉടമ്പടി ജീവിതം അല്പം ഉഴപ്പിയാണ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിച്ചില്ല. പിന്നീട് ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് വീണ്ടും അതേ നിയോഗം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശ്വസ്തയോടെ ഉടമ്പടിയുടെ ഓരോ കാര്യവും നിർവഹിക്കുവാൻ, ദൈവാശ്രയത്വത്തോടുകൂടി പദ്ധതികളെയൊക്കെ ക്രമീകരിക്കുവാൻ മകൾ ശ്രദ്ധിച്ചതിലൂടെ അത്ര നാളായി നിരന്തരം തിണർത്ത് ചുവന്ന പാടുകളായി കിടന്നിരുന്നതും രക്തമൊലിച്ചിരുന്നതുമായ അലർജിയുടെ, ഏത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടാകുന്ന അലർജിയുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. 2 കാര്യങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യത്തേത് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയാണ്. അച്ഛൻ ഈ ആലയത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗമുള്ള ഒരു ശുശ്രൂഷയാണ്. ഏതൊരു ജീവിതത്തിൻ്റെ ഗൗരവമുള്ള വിഷയമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾ എത്തിച്ചേരുമ്പോൾ അവരെ ഈശോയ്ക്കും അമ്മ മാതാവിനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവികമായ ഇടപെടലുകൾക്ക് വേണ്ടി പ്രത്യേകമായ അച്ഛൻ്റെ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയ സമ്പത്ത് കൊണ്ട് അച്ഛൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ അവരുടെ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തി. അതിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വിശുദ്ധിയോടുകൂടി വേണം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അൾത്താരയിലേക്ക് എത്തിച്ചേരുവാൻ. നമ്മൾ വിശുദ്ധ കുർബാന പങ്കുചേരുന്നവരാകണം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആത്മീയ ശുദ്ധീകരണം ഉള്ളവരാകണം. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഞാൻ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന നിയോഗം എനിക്ക് അനുഗ്രഹമാകുമെന്ന് അല്പം പോലും സംശയമില്ലാതെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവം അണയുന്നവരാകണം.
അതുമാത്രമാണ് നമുക്കെപ്പോഴും ഫലമായി തീരുക. നമ്മൾ വെറുതെ ഒരു ചീട്ട് വാങ്ങി ടോക്കൺ വാങ്ങി അച്ഛനെ കാണുന്നതിലല്ല കാര്യം. മറിച്ച് അച്ഛൻ നമുക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സൈത്ത് പൂശി ബലപ്പെടുത്തുമ്പോൾ, കുരിശുരൂപം കയ്യിൽ കൈമാറിക്കൊണ്ട് അത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ കാശുരൂപം കൈകളിലേക്ക് വെച്ച് തന്നുകൊണ്ട് ഇത് ഉപയോഗിക്കുവാൻ പറയുമ്പോൾ അത് അനുഗ്രഹമായി തീരുക. നമ്മൾ ദൈവസന്നിധിയിൽ ക്രെഡിബിലിറ്റി ഉള്ളവരായി, വിശ്വാസ്യതയുള്ളവരായി ജീവിതത്തെ കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും ഈ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നിയോഗത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ, ഈ അൾത്താരയിലേക്ക് വരുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി പരിശോധിക്കണം. ഉടമ്പടി നന്നായി ജീവിക്കുന്നുണ്ടോ? ഉടമ്പടി ധ്യാനത്തിൽ വിശ്വസ്തയോടെ പങ്കുചേരുന്നുണ്ടോ? എൻ്റെ ആത്മശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ നിയോഗം കൊടുക്കുമ്പോൾ എനിക്കതിനോട് പൂർണ്ണമായ വിശ്വാസവും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനുള്ള സന്തോഷവും എനിക്ക് ലഭിക്കുന്ന ദൈവാനുഭവത്തെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തുവാനുള്ള ആവേശവും എനിക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെ പൂർണ്ണമായി ദൈവഹിത പ്രകാരം ജീവിതത്തെ വിട്ടുകൊടുത്ത് ഈ അൾത്താരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും കണ്ണീരോടുകൂടി ഏതൊരു നിയോഗത്തെ ആരെഴുതി തള്ളിയതാവട്ടെ, എത്ര നാൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ, അത് അമ്മയുടെ കരങ്ങളിലേക്ക് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകുന്നത് ഒത്തിരി മക്കൾ ഓരോ ദിനവും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് അത് ചെയ്യുന്നുണ്ട്, അത് ഉറപ്പുവരുത്തിയിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രാധാന്യമാണ്. ഉടമ്പടി ധ്യാനം ഓരോ ആഴ്ചയിലും ദൈവികമായ സന്ദേശങ്ങളെ ജോസഫ് അച്ഛൻ നമുക്ക് കൈമാറുന്നുണ്ട്. അത് ഓരോ ആഴ്ചയിലും അച്ഛൻ്റെ പ്രാർത്ഥനാ മണിക്കൂറുകളിൽ അമ്മ മാതാവിനോട് സംസാരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സന്ദേശത്തെയും അത് ഡെയിലി ബ്രെഡിലൂടെയും അതോടൊപ്പം പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലൂടെയും നമുക്ക് കൈമാറുന്നുണ്ട്. ആ ദൈവികമായ സന്ദേശങ്ങളെ കൈമാറുന്നതിൻ്റെ കൂടെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ അച്ഛൻ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോയുടെ സൗഖ്യപ്രാർത്ഥന നമുക്ക് വേണ്ടി നൽകുന്നത്. അത് സൗഖ്യം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള സൗഖ്യമാണ്. രോഗം സുഖപ്പെടുന്നതാവാം, ഒരു വഴിപ്രശ്നം പരിഹരിക്കുന്നതാവാം, വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുന്നതാവാം, പരീക്ഷയ്ക്ക് വിജയിക്കുന്നതാവാം, കുടുംബ ബന്ധത്തിലെ ശുദ്ധീകരണം മാറിപ്പോകുന്നതാവാം, തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാവാം. ഓരോ മേഖലകളെയും അച്ഛൻ ലഭിക്കുന്ന സന്ദേശമനുസരിച്ച് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുന്നത് പ്രാർത്ഥനാപൂർവകമാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരേണ്ടത്. മറിച്ച് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ദൈവികമായ ഒരു അന്തരീക്ഷം, ഒരു ഡിവൈൻ ആംബിയൻസ് നാം ആയിരിക്കുന്നിടത്ത് സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയോടുകൂടി ദൈവികമായ ഇടപെടലുകൾ ആഗ്രഹിച്ചുകൊണ്ട് നാം ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുകയാണെങ്കിൽ നമുക്കുള്ള സന്ദേശം കൃത്യമായും അമ്മ മാതാവും ഈശോയും കൈമാറിയിരിക്കും. മകൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലാണ് ഈ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചുള്ള സന്ദേശം കിട്ടുന്നത്. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ആ രോഗം പൂർണ്ണമായും വിട്ടുമാറിയത്. അതുപോലെ തന്നെ മറ്റെല്ലാ ശാരീരികമായ രോഗാവസ്ഥകളിൽ നിന്ന്, കുടുംബത്തിൻ്റെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ഏറെ നാളായി പരിശ്രമിച്ച് നടക്കാതിരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ വിറ്റുപോകുവാൻ സാധിച്ചത്, നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് അല്പം കൂടി മെച്ചപ്പെട്ട് കിട്ടുവാൻ വേണ്ടി സമർപ്പിച്ച നിയോഗം ഉടമ്പടി തൈലം കട്ടളപ്പടിയിൽ പൂശിയും ഉടമ്പടി ഉപ്പ് കടയിൽ വിതറിയും പ്രാർത്ഥിച്ചതിലൂടെ 7 ലക്ഷം രൂപ അന്ന് വരെ കടമുണ്ടായിരുന്നത് അത് മുഴുവനും തീർത്ത് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാപനം അത് പുരോഗതിയിലും സാമ്പത്തിക മെച്ചപ്പെടലിലേക്ക് കൊണ്ടുവരുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തെയും അഡ്രസ്സ് ചെയ്യും. നമ്മൾ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ എളിമപ്പെട്ട മനസ്സോടെ അമ്മ ഇടപെടുവാൻ, ഈശോ തൊടുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നതിനുള്ള കൃപ ലഭിച്ചതിനോർത്ത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കൊടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഹാൻസി ജിമ്മി
ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് വരുന്നു. നാട്ടിൽ തൃശ്ശൂരാണ് വീട്. ഇത് എൻ്റെ ജീവിത പങ്കാളി ജിമ്മി. 2019 ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഭർത്താവിന് കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ ആയിരുന്നു. അത് വളരെ സീരിയസ് ആയിരുന്നു. എങ്കിലും ദേവമാതാവ് ഞങ്ങളെ രക്ഷിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ചുമ തുടങ്ങി. 2.5-3 മാസത്തോളമായിരുന്നു ചുമ. ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി ഷൈനി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഈ ചുമ കണ്ടിട്ട് അവൾ പറഞ്ഞു, കൃപാസനം മാതാവ് ഉണ്ട്, അവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സുഖം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വേറൊരു ഡോക്ടറെ കാണാനായിട്ട് പോയി. എന്നിട്ട് ആ ഡോക്ടറുടെ അടുത്ത് പോയി എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ മരുന്നുകളും എല്ലാം വാങ്ങി വന്നു. അതിനുശേഷം അന്ന് രാത്രി തന്നെ മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത മാതിരി ആ ചുമ നിന്നുപോയി. ഇത് തീർച്ചയായും പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോ തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ ഈ പനിയും ചുമയും അതെല്ലാം കാരണം, ന്യൂമോണിയ കാരണം ആൾ VRS എടുക്കാനായിട്ട് തീരുമാനിച്ചു. അന്നേരം ബാക്കി കാര്യം ഹസ്ബൻഡ് പറയും. 2019 അവസാനത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ VRS സമർപ്പിക്കുന്നത്. അപ്പോൾ ആ VRSൻ്റെ ഇതനുസരിച്ച് എനിക്ക് ഫെബ്രുവരി എൻഡോടുകൂടി എനിക്ക് അവിടുന്ന് റിലീവ് ആവേണ്ടതാണ്. പക്ഷേ ഞാൻ റീജിയണൽ ഓഫീസിലായിരുന്നതുകൊണ്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നതുകൊണ്ടും റീജിയണൽ മാനേജർ അതിന് പകരം എനിക്ക് മെമ്മോ ആണ് തന്നത്. അപ്പോൾ മെമ്മോയുടെ റിപ്ലൈയും അതിൻ്റെ ചാർജ് ഷീറ്റുമായിട്ട് ഈ എൻ്റെ VRS നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അയാളത് ചെയ്തത്. അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഹാൻസിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അങ്ങനെ അവൾ ലൈറ്റ് ഓഫ് ക്യാൻഡിൽ ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മെമ്മോൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് ഇപ്പോഴും ഡൗട്ടാണ് അവരെന്നെ റിലീവ് ചെയ്യുമെന്നുള്ളത്, നീ എൻ്റെ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥന തുടരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ മെമ്മോയ്ക്ക് റിപ്ലൈ കൊടുത്തു. ഒരു അത്ഭുതം എന്നതുപോലെ ഞങ്ങളുടെ റീജിയണൽ ഓഫീസിൻ്റെ മുകളിലുള്ള സോണൽ ഓഫീസിലെ സോണൽ മാനേജർ വിളിച്ച് റീജിയണൽ മാനേജരോട് പറയാണ്, ഈ മെമ്മോ നിങ്ങൾ ക്ലോസ് ചെയ്ത് ചാർജ് ഷീറ്റൊന്നും കൊടുക്കണ്ട, അതേ ദിവസം തന്നെ അവന് റിലീവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 28 2020 റിലീവ് ആവുന്നത്. ആ സമയവും എനിക്ക് ഈ ലങ്സിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ മാർച്ച് 2nd വീക്കിലാണ് ലോക്ക്ഡൗൺ തുടങ്ങുന്നത്. എനിക്ക് ആ VRS കിട്ടിയിരുന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ പോകുമായിരുന്നു. അതുമാതിരി തന്നെ ചിലപ്പോൾ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ ഞാനിവിടെ ജീവനോടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത്രയും സീരിയസ് ആയിരുന്നു ആ സമയത്തുള്ള കാര്യങ്ങളും എൻ്റെ അസുഖങ്ങളും. പക്ഷേ ദൈവമാതാവിൻ്റെ ഇടപെടലാണ് എന്നെ ഇന്ന് ജീവനോടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാനിതിനെ കാണുന്നു. ഇത് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴി എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഉടമ്പടി എടുത്തുകൂടാ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2023 ഫെബ്രുവരി 18 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഉടമ്പടിയിൽ എനിക്ക് ജീവിക്കുന്നതിന് ഞാൻ 19 മുതൽ തന്നെ ഉടമ്പടിയിൽ മാതിരി തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനകളും കുർബാനയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നിയിരുന്നില്ല. വളരെ സന്തോഷകരമായൊരു ലൈഫ് പറയില്ലേ, സമാധാനമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഈ ഉടമ്പടിയിലെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹസ്ബൻഡിനെ ആനസിൻ്റെ അവിടെ ഒരു വേദന വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, ഇതൊരു കുഴപ്പമില്ല, ഇത് ജസ്റ്റ് ഒരു ഫിഷർ എന്ന് പറഞ്ഞാൽ ഈ പൈൽസൊക്കെ മാതിരിയുള്ളൊരു വേറെ എന്തോ ആണ്, ഫിഷറാണെന്ന് പറഞ്ഞു. ഇത് ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ മാറിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് ഒക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ആൾക്ക് വേദന ഡബിൾ ആവുക ചെയ്തത്, വേദന കുറയല്ല ചെയ്തത്. ഒത്തിരി മരുന്നുകളുണ്ടായിരുന്നു. ആ മരുന്ന് പുരട്ടാനും കഴിക്കാനും എല്ലാതും കഴിച്ചു. വേദന എല്ലാ ദിവസവും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ 5-6 ദിവസം ആയപ്പോഴേക്കും വേഗം
ഒന്നും കൂടി കാണാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു ഇത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അത്രയും പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കവിടെ ഇനി പ്രാർത്ഥിക്കാൻ ഇതിനൊന്നിനും സമയമില്ലാത്ത മാതിരിയായി. അപ്പോൾ ശരി എന്നാൽ ഓപ്പറേഷൻ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ മകനുണ്ടാവും, ലീവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, നാളെ തന്നെ ചെയ്താൽ മതി, ഞാനല്ലേ ഡോക്ടറല്ലേ ചെയ്യണേന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് പോയി. പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വൈദ്യനായ ഈശോയെ നീ തന്നെ പോയി ഓപ്പറേഷൻ നടത്തി തരണമേ, അമ്മ മാതാവേ നീ കൂടെ നിൽക്കണമേ, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാം ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പറഞ്ഞ മാതിരി തന്നെ ആൾ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കുകയായിരുന്നു, പൈൽസ് ഉണ്ട്, ഫിഷറുണ്ട്, ഫിസ്റ്റോലി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, അതാകെ ഇൻഫെക്ഷനായി, ഇപ്പം തന്നെ ചെയ്തത് നിങ്ങളുടെ ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ബയോപ്സിക്കും എടുത്തിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആൾക്ക് ഒരു തരി പോലും വേദന എടുത്തില്ല, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നിനും ഒരു പ്രശ്നമില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളായിട്ടേ നമുക്ക് തോന്നിയില്ല, അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം മുതൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ആൾക്ക് വെയിറ്റ് ലോസ്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ വീണ്ടും 1 കിലോ കൂടി കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ 3-4 ദിവസം അടുപ്പിച്ച് നോക്കുക, എല്ലാ ദിവസവും ഓരോ കിലോ വീതം ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി 2 പേര് ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്, 2 ആങ്ങളമാർ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ ബയോപ്സി റിപ്പോർട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ ആ വർഷത്തിൽ അഖണ്ഡ ജപമാല റാലി കൂടിയിരുന്നു. അന്ന് ഞാനും എൻ്റെ അനിയത്തിയും നാത്തൂനും കൂടി പോയിട്ട് നിയോഗം വെച്ചത്, ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കും ക്യാൻസർ എന്ന അസുഖം വരരുതേ അമ്മേ എന്നായിരുന്നു ഞങ്ങളുടെ നിയോഗം. അപ്പം ഞാൻ ആ ഒരു വാക്ക് തന്നെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങളെ പരീക്ഷിക്കല്ലേ, ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവല്ലേ, ഞാൻ ജപമാല റാലിക്ക് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 12 ദിവസം കഴിഞ്ഞിട്ടപ്പോൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുന്നത് അത് നെഗറ്റീവായി വന്നു. അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൊച്ചു കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആളുടെ കാലിൽ 15-18 വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ കടിച്ച് മാന്തയും തടിച്ച് ഇങ്ങനെ കറുപ്പ് നിറം വരും അവിടെ മുഴുവനും. 2 കാലിലും നിറയായിരുന്നു, ഏത് നേരം ചൊറിച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മുഴുവനും ഈ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചു. എന്നും വിശ്വാസ പ്രമാണവും ഉടമ്പടി തൈലം എല്ലാമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണമായി ആ 2 കാലുകളും ക്ലിയറായി, മുഴുവൻ കറുപ്പ് നിറവുമൊക്കെ മാറി, പഴയതുപോലെ ആ കാലായി മാറി. ഇതിനും ഞാൻ എൻ്റെ അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാൻ തയ്യാറാണ്. എല്ലാവരോടും പറയുന്നു, അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ വീട് 13 വർഷം മുന്നേ ഞങ്ങൾ നാട്ടിൽ തൃശ്ശൂരിൽ ഒരു വീട് വാങ്ങിയിരുന്നു. അന്നേരം ജസ്റ്റ് ഞങ്ങളൊരു രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ ജോലിക്കാരായിരുന്നു, അത്ര പെട്ടെന്ന് നമുക്ക് ലീവ് കിട്ടിയോടെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. പിന്നെ അത് കാര്യം മറന്നുപോയെന്നും പറയാം. ഇപ്പോൾ ഞങ്ങൾ റിട്ടയർ ആയപ്പോൾ ഞങ്ങളിവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കി, അതിൻ്റെ പേപ്പേഴ്സ് ക്ലിയർ ആക്കാനായിട്ട്. അപ്പോൾ ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിന് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ എത്ര വർഷത്തിന് ശേഷമാണ് ചെയ്യണതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പൈസയാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, ഞാൻ പറഞ്ഞു നമുക്ക് ജനസേവന കേന്ദ്രം അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി നമുക്ക് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാം, എന്നിട്ട് നോക്കട്ടെ, എന്നിട്ടൊക്കെ മതി ഏജൻസിയും ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യമായി ഓരോ ഓഫീസുകളിലും പോയി അവിടെയൊക്കെ ഞാൻ ഉപ്പും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വിതിൻ എത്രയോ കുറവ് ദിവസം, ഇവരൊക്കെ പറഞ്ഞ് 6 ദിവസം എടുക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ്. എന്തൊക്കെ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞാൽ കടബാധ്യത സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ടാക്സുകളുടെ സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ പേരിലാക്കണം, ഇലക്ട്രിക് ബില്ല് പേരിലാക്കണം, വാട്ടർ, അങ്ങനെ ഒത്തിരി പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാതും നമ്മൾ പോകണോ ഏത് ഓഫീസിൽ പോയോ അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം മാക്സിമം എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായി കിട്ടി. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഇതൊക്കെ അമ്മ മാതാവിൻ്റെ സമയച്ചുരുക്കം എന്നൊരു അനുഗ്രഹം. അതായത് മാതാവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് എപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഹമ്മദാബാദിൽ 60 വർഷം പഴയ തറവാടുണ്ട്. അത് എൻ്റെ തറവാടായിരുന്നു. അപ്പച്ചൻ വാങ്ങിച്ച വീടാണ്. അത് ഭാഗത്തിൽ എനിക്കാണ് കിട്ടിയത്. അത് ഒത്തിരി പഴക്കമുള്ളതും ആ സമയത്ത് അപ്പച്ചൻ വാങ്ങിച്ച കാരണം അതിനൊരു പേപ്പേഴ്സും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞ് ഞാനത് വിൽക്കാനും വാങ്ങിക്കാനും ആരും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ ആൻസി എന്നും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ ചെല്ലുമായിരുന്നു,
ഈ ഉടമ്പടിയുടെ എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഇത് കേൾക്കണമേ എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കാളിയായിക്കൂടാ. അങ്ങനെ തന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇത് ശരിയാവാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വർഷത്തെ അഖണ്ഡ ജപമാലയിൽ ഒക്ടോബറിലെ മാതാവിൻ്റെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാം, മാതാവ് എൻ്റെ വീടൊന്ന് വേഗം വിറ്റു തരണമേ എന്നുള്ളത്. 15 ദിവസത്തിനുള്ളിൽ അത് വാങ്ങിക്കാൻ ആൾ വന്നു എന്നുള്ളതാണ്. അതുമാതിരി തന്നെ 60 വർഷമായിട്ട് അതിൻ്റെ പേപ്പറൊന്നും ക്ലിയർ ആവാതെ ഇരുന്നിരുന്ന പേപ്പറുകൾ 1 മാസത്തിനുള്ളിൽ എല്ലാ പേപ്പറും ക്ലിയർ ആവുകയും ഞാൻ വിചാരിച്ചേക്കാളൊക്കെ ഒത്തിരി വില കൂടുതലിന് ആ വീട് വിൽക്കുവാൻ എനിക്ക് സാധിച്ചു. അത് തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടലാണ്, മാതാവിൻ്റെ ഇടപെടലാണ് എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഇന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും കുടുംബ പ്രാർത്ഥനയും അത് തന്നെ പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഫംഗ്ഷന് പോയി വന്നാൽ ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ എവിടേക്ക് ഉണ്ടായാലും എത്ര ഗസ്റ്റ് വീട്ടിൽ വന്നാലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കുന്നില്ല. കൊന്ത ചെല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ ഉറങ്ങാറില്ല. കുടുംബ പ്രതിഷ്ഠയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു. അത് രണ്ടുപേരും, ഞാൻ മാത്രമല്ല, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയും എല്ലാ കാര്യങ്ങളിലും എന്നോട് കൂടെ പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കും, ഞാൻ മറന്നാൽ പോലും ആളാണ് എന്നെ ഓർമ്മപ്പെടുത്തുക, ഇന്ന് പ്രാർത്ഥന ചൊല്ലിയോ, എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ എൻ്റെ ജീവിത പങ്കാളിയും വന്നതിൽ എനിക്ക് മാതാവിനോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തത്, അവിടെ ഞങ്ങൾ ഗുജറാത്തിലെ സിവിൽ ഹോസ്പിറ്റൽ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുടെ മാത്രമായിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അതിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒരുമിച്ച് പോവും. എന്നിട്ട് അവിടെ കുട്ടികളെ വിസിറ്റ് ചെയ്യലും. അപ്പോൾ ഞാൻ ഓരോ കുട്ടികളോടും പ്രത്യേകം ചോദിക്കും, നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പ്രോബ്ലം, എങ്ങനെയുണ്ടായി, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയും. അപ്പോൾ അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അവരെക്കുറിച്ചിട്ട് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ തന്നെ ഒരാളും അവിടെ വരില്ല ഇങ്ങനെ കാര്യങ്ങളായിട്ട്. പിന്നെ അവർക്ക് വല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ അത് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ഫാദറായി അങ്ങനെ എല്ലാവരും വന്ന് അവർക്കൊരു സന്തോഷം. കൊച്ചുകുട്ടികൾക്ക് ഡ്രോയിങ് ബുക്കും പെൻസിലും കളർ പെൻസിലും അതുകളൊക്കെ കൊടുക്കലും ബോൾ കൊടുക്കലും അങ്ങനെയൊക്കെയായി 6 മാസമുള്ള കുട്ടികൾ, 3 മാസം 6 മാസം 10 മാസമൊക്കെയുള്ള കുട്ടികൾ വരെ അവിടെയുണ്ട്. ഞാനാകെ ഞെട്ടിപ്പോയി. ഈ കുട്ടികളൊക്കെ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും എവിടെ പോയിട്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് വന്നേ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്ക്, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾക്ക് ഈ അസുഖം വന്നിരിക്കുന്നത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാവരോടും ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ പേഴ്സണലായി ചെന്ന് സംസാരിച്ച് അവർക്ക് സഹായം വേണ്ടവർക്ക് സഹായം കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കുറേ അവിടെ കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് ഇങ്ങനെ ഒരു മെൻ്റൽ ഇതായിട്ടുള്ള വീടുകൾ, പിന്നെ വനിതകൾ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ നോക്കാനും പറയാൻ ആളുകളില്ലാത്തവർ, അങ്ങനത്തെ ഷെൽട്ടർ ഹോമുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ഞങ്ങൾ അന്നദാനം ചെയ്യുമായിരുന്നു. പിന്നെ വഴിയോരത്തിരിക്കുന്നവർക്ക് സാരി വിതരണം ചെയ്യാനും ഭക്ഷണം എല്ലാ ആഴ്ചയും പോയി അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബ്രെഡോ ബിസ്ക്കറ്റ് അങ്ങനെയെങ്കിലും എല്ലാ ആഴ്ചയിലും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ ലാംഗ്വേജിലും, ഇപ്പോൾ ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും മലയാളത്തിലും എല്ലാമുള്ള പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി 5 കെട്ടും 6 കെട്ടും വീതമൊക്കെ വാങ്ങിപ്പോയിട്ട് അവിടെ ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കും. പ്രാർത്ഥിച്ചും നല്ല സന്തോഷത്തോടു കൂടി, ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇവർക്ക് എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നി എല്ലാ മാതാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ അഭിമാനമല്ലേ. അപ്പോൾ പള്ളിയിലായാലും പുറത്തായാലും ഓരോ വീടുകളിൽ പോയിട്ടും ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് എല്ലാവർക്കും മൊബൈലിൽ ഇങ്ങനെ വാട്സപ്പിൽ കൂടെ എല്ലാവർക്കും അത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ലൈവായി തന്നെ ഞാൻ കേൾക്കാൻ ശ്രമിച്ചിരുന്നു. റിട്ടയർ ആയതിനു ശേഷം എനിക്ക് നല്ലതുപോലെ സമയമുണ്ടായിരുന്നു. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് കേട്ടിരുന്നു. അതുപോലെ തന്നെ ജപമാലകൾ, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന,
പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ വയസ്സായവർ, തനിയെ താമസിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ തനിയെ താമസിക്കുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒന്നിനും ആൾക്കാരില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീടുകളിൽ പോയി അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവർക്കും അതുകൊണ്ട് പോയി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഈശോയുടെ നാമത്തിൽ ഇതെല്ലാം ചെയ്തിരുന്നു. പിന്നെ ഈ ഉടമ്പടിയിൽ വെച്ച കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇവിടെ പറയാത്ത കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ജെർമിയ പ്രവാചകൻ്റെ പുസ്തകം 29:11. കർത്താവ് അരുളി ചെയ്യുന്ന നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. മീ ബ്രദർ പറഞ്ഞത് ലൈറ്റ് എ കാൻഡിൽ പ്രയറിലൂടെ അദ്ദേഹം ജീവനോടുകൂടി ഇപ്പോൾ ഇരിക്കുന്നെന്ന്. ഈ അൾത്താരയിൽ വരാൻ കാരണം ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കാര്യങ്ങൾ ഇതാണ്, എനിക്കൊരു ലീവ് വേണം, അതുപോലും സാധിക്കുന്നില്ല. അമ്മ അധികം താമസിയാതെ അവരുടെ ഉദ്യോഗസ്ഥർ വഴി ആ സാക്ഷ്യം അത് സാധിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും അത് പരിശുദ്ധമ്മയെ കൈവിട്ടുള്ള ഒരു ജീവിതവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെ വിശ്വാസത്തിലേക്ക് വളർത്തി ആ പ്രാർത്ഥന കൂടി. യൂട്യൂബിൽ ആരാധന കൂടുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഹാൻസം സഹോദരിയുടെ സാക്ഷ്യമാണ്. അവർ പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. പരിശുദ്ധ ഉടമ്പടി എടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ആ വ്യക്തികളിലൂടെയാണ് കൃപാസന പത്രം അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുള്ളതാണ്. അങ്ങനെ ആഴപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഈ സഹോദരിയോട് വന്ന് പറഞ്ഞത്, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്ന്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധമ്മ സഞ്ചാരി അമ്മയാണെന്ന് മനസ്സിലായി, കൂടെ നടക്കുന്ന അമ്മയാണെന്ന് മനസ്സിലായി, സംസാരിക്കുന്ന അമ്മയാണെന്ന് മനസ്സിലായി, നമ്മുടെ കൂടെ ഉള്ളതായിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. ഈ അമ്മയെ കൊടുത്ത വലിയ കൃപകളാണ്. അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിന് ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഉടമ്പടിയിൽ വെക്കേണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് അവർ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചത്. 60 വർഷമായിട്ട് നടക്കാതിരുന്നത് വീട് കച്ചവടം. ഈ 13 വർഷമായിട്ട് വീടിൻ്റെ പേപ്പറുകൾ ശരിയായി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഉടമ്പടിയിൽ അവർ ജീവിക്കുക. വചന വായനയും സാക്ഷ്യം കേൾക്കലും ഉപവാസവും ബൈബിള് വായനയും എല്ലാം അവർ തുടരുകയാണ്. അതിൽ നിന്നൊരിക്കലും വ്യതിചലിച്ചില്ല. ദിവ്യബലിയിലും കുമ്പസാരത്തിലും തീക്ഷ്ണതയുള്ളവരായി. അങ്ങനെ ചെയ്തപ്പോൾ ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ് ടെൻഷനായിട്ടിരുന്ന് ആ ഭാരം അമ്മ ലഘുവായി മാറ്റിക്കൊടുത്തു. ഇതാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ നിങ്ങളും ഇതുപോലെ ആയാൽ എന്ത് കാര്യങ്ങളും ലൈറ്റ് വെയ്റ്റായിട്ട് അമ്മ മാറ്റിത്തരും. ഇതാണ് നോട്ട് ബൈ മെറിറ്റ്, വൺ ബൈ ഗ്രേസ്. നിങ്ങളാരും ഉദ്ദേശിക്കുന്നതല്ല അമ്മ ചെയ്തു തരുന്നതെന്ന് ഈ വ്യക്തികൾ നമ്മളോട് പറയുകയാണ്. അവർക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത വൻ കൃപകൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് ഈ സാക്ഷി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം.